നിങ്ങൾക്കറിയാമോ, ഏകദേശം 14 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ബിഗ് ബാങ് സംഭവിക്കുന്നത്. ആ ഊർജത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. എല്ലാം. ശരിക്കും ബിഗ് ബാങ് എവിടെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ യൂണിവേഴ്സിന് ഒരു സെന്ററോ ഒരു എഡ്ജോ ഇല്ല. ബിഗ് ബാങ് എന്ന് പറയുന്നത് ഒരു സാധാരണ പൊട്ടിത്തെറിയല്ല, അതൊരു എക്സ്പാൻഷനാണ്. വളരെ വേഗത്തിലുള്ള ഒരു വികാസമാണ്. അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ബിഗ് ബാങ്ങിലാണ്. യൂണിവേഴ്സിന്റെ സെന്റർ എന്ന് പറയുന്ന പോയിന്റ് അത് യൂണിവേഴ്സിന്റെ എല്ലായിടത്തുമാണ്. കാരണം യൂണിവേഴ്സ് എല്ലായിടത്തുമാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ യൂണിവേഴ്സിന്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഒരേപോലത്തെ കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ യൂണിവേഴ്സിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ പ്ലേസ് അങ്ങനെയൊന്നും തന്നെയില്ല. ഈ യൂണിവേഴ്സിന്റെ ഏതോ ഒരു ഭാഗത്ത് ഇപ്പോൾ രൂപപ്പെട്ട പുതിയൊരു ഗാലക്സിയിലെ ഏതോ ഒരു നക്ഷത്രത്തിൽ ഉണ്ടായ പുതിയൊരു ഗ്രഹത്തിലെ ജീവനും ഇവിടെയുള്ള നമ്മളും തമ്മിൽ വല്ലാത്തൊരു കണക്ഷനുണ്ട്. എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം എല്ലാം തുടങ്ങുന്നത് ബിഗ് ബാങ്ങിൽ നിന്നാണ്. നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ചിട്ട് ഒരു അടിപൊളി സംഭവം പറയട്ടെ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ബിഗ് ബാങ് സംഭവിക്കുന്നത്. അതായത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു ചെറിയൊരു ബിന്ദു പെട്ടെന്ന് വികസിച്ചു. അങ്ങനെയാണ് ഇത്രയും നക്ഷത്രങ്ങളും ഗാലക്സികളും നമ്മളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ആ വികാസം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ആ വികാസം ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് സ്പീഡിനേക്കാൾ വേഗത്തിലാണ് അത് ആക്സിലറേറ്റ് ചെയ്യുന്നത്. എൻ്റെ പ്രധാന ചിന്ത എന്താണെന്ന് അറിയോ? യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ആവുന്നുണ്ടല്ലോ, അത് ഏത് ഷേപ്പിലാണ് എക്സ്പാൻഡ് ആവുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ എക്സ്പാൻഡ് ആവുന്നതിൻ്റെ ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ആ ഒരു അതിരില്ലേ, അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? അവിടെ എന്ത് തരം റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക? ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ആവുന്നതിൻ്റെ പുറത്ത് ഒരുപാട് എംപ്റ്റി സ്പേസ് ഉണ്ട് എന്നാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, നത്തിങ് ആണ്. നത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഇരുട്ടായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുക. അല്ല, ഇരുട്ട് പോലും ഇല്ലാത്ത ഒരവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഇരുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്. പക്ഷെ ആ ഇരുട്ട് പോലും ഇല്ലാത്ത ഒരവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ആവുന്നതിൻ്റെ പുറത്ത് പ്രത്യേകിച്ച് ഒരു സ്ഥലമില്ല. കാരണം സ്പേസും ടൈമും ഉള്ളത് യൂണിവേഴ്സിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ ഒരു ബലൂൺ നമ്മൾ ഊതി വീർപ്പിക്കുകയാണെങ്കിൽ അതിന് പുറത്ത് സ്ഥലമുള്ളതുകൊണ്ടാണ് ആ ബലൂൺ വീർത്ത് വരുന്നത്. എന്നാൽ യൂണിവേഴ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. യൂണിവേഴ്സിൻ്റെ പുറത്ത് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചിന്തകൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ പ്രപഞ്ചം. നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്.